ജലം തിളച്ച് നീരാവിയാകുന്നത് എല്ലാവരും കണ്ടിട്ടില്ലേ? ഈ നീരാവിയുടെ ശക്തിയെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ നീരാവി ഉപയോഗിച്ച് നമുക്ക് വലിയ യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. യെസ്, സ്റ്റീം എൻജിൻ, ആവിയന്ത്രം. സ്റ്റീം ഉപയോഗിച്ച് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എൻജിനുകളാണ് സ്റ്റീം എൻജിൻ. ആവിയന്ത്രം ആവിയന്ത്രം ബാഹ്യദഹന യന്ത്രങ്ങളാണ്. എയോലിപ്പായിൽ AD ആദ്യ നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ നീരാവി ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന യന്ത്രങ്ങളാണ് എയോലിപ്പായിൽ. എയോലിപ്പായിൽ ഹീറോസ് എൻജിൻ എന്നും അറിയപ്പെടുന്നു. സെൻട്രൽ കണ്ടെയ്നറിലെ വെള്ളം ചൂടാകുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന നീരാവി ബ്ലേഡ്ലെസ് റേഡിയൽ സ്റ്റീം ടർബൈനെ കറക്കുകയും അങ്ങനെ ടർബൈനിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യത്തെ വ്യാവസായികമായി സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് 1712-ൽ തോമസ് ന്യൂകോമനാണ്. പിന്നീട് ജെയിംസ് വാട്ട് അതിന് മോഡിഫിക്കേഷൻ വരുത്തി. സ്റ്റീം എൻജിനിൽ കൽക്കരിയുടെ ജ്വലനം മൂലം സ്റ്റീം എൻജിനിലെ സിലിണ്ടറിലെ വെള്ളം തിളയ്ക്കുകയും അങ്ങനെ നീരാവി പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഈ നീരാവിയുടെ മർദ്ദം കൂടുന്നതിനനുസരിച്ച് സ്റ്റീം എൻജിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന പിസ്റ്റണിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുകയും അത് പിസ്റ്റണിനോട് ചേർന്നിട്ടുള്ള റോഡിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് മൂലം സ്റ്റീം എൻജിൻ കറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. സ്റ്റീം എൻജിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കിയാലോ? ഇതിനായി ആദ്യമായി സ്റ്റീം എൻജിനിലെ ബോയിലറിലെ വെള്ളം ചൂടാക്കുന്നു. ഇതിനായി ബേണിംഗ് ഫ്യൂവലായി കൽക്കരി, തടി, ഓയിൽ, താപോർജ്ജം എന്നിവ ഉപയോഗിക്കാം. ബോയിലറിലെ വെള്ളം ചൂടാകുമ്പോൾ സ്റ്റീം ഉണ്ടാകുകയും ഇങ്ങനെ ധാരാളം സ്റ്റീം ഉണ്ടാകുന്നത് വഴി ബോയിലറിൽ പ്രഷർ അനുഭവപ്പെട്ട് അത് സിലിണ്ടറിലെ പിസ്റ്റണിൽ ഈ പ്രഷർ അനുഭവപ്പെടുന്നത് മൂലം പിസ്റ്റണിനോട് ചേർന്നിട്ടുള്ള റോഡിലും ക്രാങ്ക് ഷാഫ്റ്റിലും ഫോഴ്സ് അനുഭവപ്പെട്ട് സ്റ്റീം എൻജിൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സ്റ്റീം എക്സ്പാൻഷൻ നടന്നതിന് ശേഷം സ്റ്റീം ഘനീഭവിച്ച് വീണ്ടും ജലമായി ബോയിലറിൽ വീണ്ടും ശേഖരിക്കപ്പെടുന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റീം എൻജിൻ. ഗതാഗതം. 19-20 നൂറ്റാണ്ടിൽ ഗതാഗതത്തിനും ചരക്കു ഗതാഗതത്തിനും സ്റ്റീം എൻജിൻ ഉപയോഗിച്ചിരുന്നു. ലോക്കോമോട്ടീവ്സ്, സ്റ്റീം ഷിപ്സ്, ഓട്ടോമൊബൈൽസ് തുടങ്ങിയവയിലും സ്റ്റീം എൻജിൻ ഉപയോഗിച്ചിരുന്നു.
യന്ത്രനിർമ്മാണം. സ്റ്റീം എഞ്ചിൻ പ്രധാനമായും ഫാക്ടറികളിലെയും മില്ലുകളിലെയും ലെയ്ത്ത്, സോഴ്സ് പമ്പ് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. എനർജി ജനറേഷൻ. സ്റ്റീം എഞ്ചിൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിലെയും ജിയോ തെർമൽ പവർ സ്റ്റേഷനുകളിലെയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം ടർബൈനുകളിൽ പ്രവർത്തിക്കുന്നു. ഹീറ്റിംഗ്. സ്റ്റീം ഹീറ്റിംഗ് സിസ്റ്റം ബിൽഡിങ്ങുകളിലും മറ്റും ഉപയോഗിക്കുന്നു. മറൈൻ ആപ്ലിക്കേഷൻസ്. സ്റ്റീം എഞ്ചിൻ പ്രധാനമായും നേവൽ വെസൽസിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഐസ് ബ്രേക്കേഴ്സായും ഉപയോഗിക്കുന്നു. സ്റ്റീം എഞ്ചിൻ തെർമോഡൈനാമിക് പ്രോസസ്സിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇതിൽ പ്രധാനമായും എനർജി കൺസർവേഷനും ഹീറ്റ് ട്രാൻസ്ഫറുമാണ് നടക്കുന്നത്.